ഹായ് ഓൾ, ഞാനിന്ന് മോനെയും കൂട്ടിയിട്ട് ഒന്ന് സ്കാനിങ് സെൻറ്ററിലോട്ട് പോവാണ് കേട്ടോ. അവന് വയറുവേദന പറയുന്ന കുറേ നാളായി. അപ്പം ഡോക്ടറെ 2-3 പേര് നമ്മൾ മാറി കാണിച്ചു. പക്ഷേ മരുന്ന് കഴിച്ച് കുറയും, പിന്നെയും ഇതന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന സമയത്താണ് കൂടുതൽ വയറുവേദന. അപ്പോൾ ആൾ കള്ളത്തരം കാണിക്കണാണോ എന്ന് അറിയില്ലല്ലോ. പക്ഷേ ഈ അടുത്ത് ഭയങ്കര വേദന പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ വന്നതാണ് കേട്ടോ. കൊടുങ്ങല്ലൂരാണ് വന്നത്. വിവിഡ് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ എന്നാണ് കേട്ടോ സ്കാനിങ് സെൻറ്ററിൻ്റെ പേര്. പറയുക കുറച്ച് അധികം നേരം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ സ്റ്റാഫൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളായിട്ട് നന്നായി കോപ്പറേറ്റ് ചെയ്യും. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ. അപ്പം ഞങ്ങളടുത്ത് വേറെ കടയൊന്നും കണ്ടില്ല. അപ്പം നേരെ മാളിലോട്ട് കയറിയിട്ടാണ്. സെൻട്രോ മാളിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ കയറുമ്പം തന്നെയുള്ള ഒരു എന്താ പറയുക, പെർഫ്യൂംസൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പം അവിടെ കുറച്ച് കുറച്ചങ്ങോട്ട് കിടക്കുമ്പം തന്നെ ടോയ്സും ഗിഫ്റ്റൊക്കെ നിൽക്കുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കണ്ടപ്പം തന്നെ മോനിക്ക് അവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ വാശി പിടിച്ച് ഞാനപ്പം പയ്യെ അവിടെ നിന്ന് നീങ്ങി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മുകളിൽ ഫ്ലോറിൽ എത്തണം. ഫുഡ് കോർട്ടിലാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ മോൻ അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ കണ്ട് ഇങ്ങനെ നോട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജീപ്പൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ ആളങ്ങനെ കയറി ഓടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ടോയ്സിൻ്റെ ഒരു ഷോപ്പിലും കൂടെ കയറിയായിരുന്നു കേട്ടോ. 1-2 നോക്കി. അതിലൊരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇവിടെ എപ്പോഴും വരാറൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഈ വഴി വരുമ്പോൾ ഞാൻ ഈ മാളിൽ വന്നിട്ട് കുറച്ച് നാളായി. അപ്പം വന്നപ്പം കുറേ മാറ്റങ്ങളൊക്കെ വന്ന പോലെ തോന്നുന്നു. മോനെ സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചെറിയൊരു കഴല ഉള്ളതുപോലെ ഉണ്ട് എന്നാണ് കേട്ടോ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞത്. അപ്പം അത് മിക്ക കുട്ടികൾക്കും ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന മക്കൾക്കൊക്കെ ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അത് കൂടിയും കുറഞ്ഞും ഇങ്ങനെ നിൽക്കും. നമ്മളത് മരുന്ന് കഴിക്കുന്നതിനോട് വലിയ ഇതൊന്നും ആൾ പറഞ്ഞില്ല. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് മോനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഡോക്ടർ മരുന്ന് തന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം 1 മാസം കൊടുത്ത് നോക്ക്, കുറയുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഷോപ്പിൽ എവിടെയാണ് ടോയ്സിൻ്റെ ഷോപ്പിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി. നല്ല രസമുണ്ടായി കാണാനായിട്ട്. അപ്പം മോനിക്ക് കുറേ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഏതെടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നേ. അപ്പം 1-2 ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നപ്പം ഒരെണ്ണം ഞാനതിൽ നിന്ന് ഇത് വാങ്ങിക്കാം, പക്ഷേ വേറെ ഒന്നിനും വാശി പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ആൾക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾക്ക് എത്ര കളിപ്പാട്ടം കിട്ടിയാലും നമ്മൾ അതിങ്ങനെ വീട്ടിൽ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ വയ്യാണ്ടാകും. അവർ കളി കഴിഞ്ഞാൽ അതങ്ങനെ ഇട്ടിട്ട് പോകലാണ്. അപ്പം നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. അതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം അതൊക്കെ വാങ്ങിച്ച് നേരെ ഇവിടെ മാക്സിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് വെറുതെ ഒന്ന് മോനൊന്ന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വെച്ചിട്ട് കയറിയതാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ സ്പൈഡർമാൻ്റെയും ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒക്കെ ബോക്സസും ഒക്കെ കണ്ടിട്ടുണ്ട് ആൾ. ഞാനും മോനുമായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോകില്ല, അങ്ങനെ കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പോയാലുള്ളൂ. അല്ലെങ്കിൽ മിക്ക സമയം ആൾ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം വാപ്പിച്ചീൻ്റെ കൂടാണ്, ഉപ്പിയുടെ കൂടാണ് കേട്ടോ പോകൽ. എനിക്കതും ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ചായിരിക്കും നമുക്കതും പോകുന്നത്. അപ്പം ഞങ്ങളിത് 1-2 ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി, മോൾക്ക് പറ്റിയതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. മാക്സിലെ കളക്ഷൻസൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നോക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അവിടെ. അപ്പം നമ്മൾ ക്ഷമയോടെ നോക്കി നിന്നെടുക്കണം, അപ്പം നമുക്ക് കിട്ടും. എനിക്ക് സമയത്തിൻ്റെ കുറവുകൊണ്ട് വേഗം പോകേണ്ടി വന്നു. വീട്ടിൽ നിന്ന് ഇക്ക വിളിച്ചായിരുന്നു വേഗം ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ധൃതിയിൽ വേഗം പോയി ഫുഡൊക്കെ കഴിച്ച് മോളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ട് മോനക്ക് ഫുഡും മേടിച്ച് കൊടുത്ത് ഞാനും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഞാൻ വേറെ ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല, ടൈമില്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ വേഗം പോരാണ് കേട്ടോ ചെയ്തത്. എൻ്റെ ഫാമിലിയുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലോട്ട് പോയിട്ടാ. അവിടെ ചെന്നിട്ട് മോനിക്ക് ബർഗർ വേണമെന്നാണ് പറഞ്ഞത്. അവനക്ക് അധികം സ്വീറ്റുള്ള സാധനങ്ങളൊന്നും കഴിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അവനക്ക് അതാണ് ഇഷ്ടം, അതങ്ങനെയാണല്ലോ. അപ്പം സ്വീറ്റുള്ളത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ബർഗറാകുമ്പോൾ അധികം മധുരം ഉണ്ടാവില്ല, പക്ഷേ
ബണ്ണ് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ചിക്കനാകുമ്പോൾ പിന്നെ വലിയ സീനില്ലല്ലോ. അപ്പം അത് വാങ്ങിക്കൊടുത്ത് ഞാനൊരു ജ്യൂസും കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.